ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബാബു ആന്റണിയാണ്. കാരണം ബാബു ആന്റണി ഇന്നലെ നേരെ ചൊവ്വ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ തട്ടി വിടുന്നുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ആശാനിപ്പം നല്ല കുറ്റബോധമുണ്ട്. അതായത് ഒരു 1994 കാലഘട്ടത്തിൽ ആശാൻ കളിച്ച കളിയൊക്കെ നമുക്കറിയുന്നതാണല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പിന്നെ ജീവനൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആശുപത്രിയിലായത് നമുക്കറിയാലോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെയുള്ള ജൻസികൾക്കേ അറിയാണ്ടുള്ളൂ. അതായത് 90-ൽ ജീവിച്ചവനും പിന്നെ എന്ന് പറഞ്ഞാൽ 80-ൽ ജനിച്ചവനൊക്കെ കൃത്യമായിട്ട് അറിയാം ബാബു ചേട്ടൻ ആരായിരുന്നു എന്ന്. ബാബു ചേട്ടൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് നല്ല രീതിയിൽ ഒരു നടിയെ തേച്ചിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ആ നടിയുടെ അവരുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ കോഞ്ഞാട്ടിയാക്കി കളഞ്ഞത് ബാബു ചേട്ടൻ തന്നെയാണ്. ബാബു ചേട്ടൻ ഒരിക്കലും അവരെ കല്യാണം കഴിക്കില്ല എന്ന് എനിക്ക് അന്നേ അറിയാം. കാരണം എന്താ, ബാബു ചേട്ടൻ്റെ കുടുംബങ്ങൾ മുഴുവൻ അമേരിക്കയിലാണ്. അതുപോലെയുള്ള ആരെയെങ്കിലും കല്യാണം കഴിച്ച് സുഖലോലുപിതരായി വാഴണം എന്ന് തന്നെയായിരുന്നു ബാബു ചേട്ടൻ്റെ ആഗ്രഹം. ഏതായാലും അത് നടക്കുകയും ചെയ്തു. കാരണം എന്താ, ബാബു ആന്റണി നേരെ പോയിട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമായിരുന്നു. ഒരു 10-16 വർഷം അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ ബാബു ചേട്ടനെ നോക്കി. അതായത് നാട്ടിൽ പോലും വരാൻ വിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല കേസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സു മാറിപ്പോണ്ട, മനസ്സു മാറിയിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയവും കാര്യങ്ങളൊക്കെ ബാബു ചേട്ടൻ്റെ ഫാമിലിക്ക് ഉണ്ടായത് കൊണ്ട് ബാബു ചേട്ടനെ അവര് പിടിച്ചു കെട്ടിയിട്ടതുപോലെയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ചില സിനിമകളിലൊക്കെ ആശാൻ വരാൻ തുടങ്ങി. ചില സിനിമകളിലൊക്കെ ബാബു ആന്റണി എന്നുള്ള പേരിൽ വന്നു, നമ്മളെ ആഷിഖ് അബുവിൻ്റെ സിനിമയിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് പിന്നീട് ബാബു ആന്റണിക്ക്. ഇപ്പം ആശാന് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എങ്ങനെയും ഒന്ന് മോചിതനാകണം. കാരണം ഇപ്പോൾ ഉറക്കം വരുന്നില്ല. ഒരു സ്ത്രീയുടെ ജീവിതം വെച്ച് കളിച്ചതാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ആ നടി അന്ന് ഈ ബാബു ആന്റണീൻ്റെ കൂടെ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. പിന്നെ ബാബു ആന്റണി പറയുന്ന പോലെ ഞങ്ങൾ തമ്മിലൊരു ടോക്സിക് ഇതായിരുന്നു അല്ലെങ്കിൽ കണക്ഷൻ ഇല്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇതൊക്കെ കണ്ടവരും കേട്ടവരൊക്കെ ഇപ്പോഴും സിനിമയിലുണ്ട്. അന്ന് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാ സംഭവങ്ങളും ഇല്ലേ. അവിടെ എന്താ നടന്നത്, എങ്ങനെയാണ് ആ സ്ത്രീ പിന്നെ ഇവിടെ ആശുപത്രിയിലായത്, അതുപോലെ തന്നെ ബാബു ആന്റണിയുടെ സിനിമാ ജീവിതത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബാബു ആന്റണി ഞെട്ടിപ്പോയ ഒരു സംഭവം തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ചന്ത അറേബ്യ ഇങ്ങനെയുള്ള മുതലായ സിനിമകൾ ഷൂട്ടിങ്ങിലാണ് അവരെ പരിചയപ്പെടുന്നത്. അവർ തന്നെയായിരുന്നു നായിക. പിന്നീട് അവരെ കല്യാണം കഴിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ബാബു ആന്റണിക്ക് വേണ്ടത് എന്താ, ഒരു ടൈം പാസ്, അത്രയേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. അതായത് ബാബു ആന്റണിയുടെ കുടുംബങ്ങളെല്ലാം അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ടൈം പാസ് അത്രയേ വേണ്ടു. അങ്ങനെ ബാബു ആന്റണി ഇപ്പോഴും പറയുന്നത്, ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രണയമൊന്നും പ്രണയിച്ചിട്ടില്ല. കുറച്ചൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ബാബു ആന്റണി എങ്ങനെ പറയോടോ, കുറച്ചൊക്കെ ഉളുപ്പ് വേണമെന്ന് ഇതാ ഞാൻ പറയുന്നത്. താങ്കൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം പാലക്കാരനാകുന്നുണ്ട് കേട്ടാ. അത് വേണ്ട അവിടുന്ന്. അതായത് കുറച്ചൊക്കെ ഉളുപ്പിൽ നിങ്ങൾ പറ. നിങ്ങൾക്ക് നെഞ്ചത്തടിച്ച് പറയാൻ പറ്റുമോ ഞാൻ ചതിച്ചിട്ടില്ല എന്ന്? എന്നാൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കൊഞ്ഞാട്ടിയാക്കിയത് ഒന്ന് നിങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിയ ഒരുത്തനുമാണ്. 2 പേരും ചേർന്നിട്ടാണ് ആ സ്ത്രീയെ ഈ വിധത്തിലാക്കിയത്. ഇന്നിപ്പോൾ പൈസ കൊടുക്കാൻ, അതായത് മകൻ്റെ ഫീസ് കൊടുക്കാൻ പോലെ പൈസയില്ല. അങ്ങനെയൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചില നടന്മാർ ഇടപെട്ടിട്ട് അവർ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബു ആന്റണി അന്ന് ആ സ്ത്രീയുടെ പൈസ വരെ അടിച്ചുകൊണ്ട് പോയിനൊന്ന് ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഇത്രയും ദാരിദ്ര്യത്തിൽ പെടൂലല്ലോ. അതായത് ബാബു ആന്റണി ഇനി ഏതെങ്കിലും തരത്തിൽ അതൊക്കെ സാമ്പത്തികപരമായിട്ട് അപഹരിച്ചിട്ടുണ്ടോ? പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവൻ അപഹരിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബാബു ആന്റണി തന്നെയാണ്. എന്നിട്ട് എന്തിനാണ് ബാബു ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെ ജോണി ലൂക്കോസിൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ ഉരുകി ഒലിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പൊന്നു ബാബു, ഇതുപോലെ ഉരുകി ഒലിക്കാതെ. താങ്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഭയങ്കര അഹങ്കാരമുണ്ടായിരുന്നു. അതുപോലെ താനെന്ന ധാർഷ്ട്യമുണ്ടായിരുന്നു, ജാടയുണ്ടായിരുന്നു. ഒരു സിനിമാ താരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജാടയും താങ്കൾക്കുണ്ടായിരുന്നു. ഇതൊന്നുമല്ല ബാബു ആന്റണിയുടെ ജാട. ഉയ്യൻ്റെ മോനെ, ചന്ത, അതുപോലെ തന്നെ ചില സിനിമകളുണ്ട്. അതൊക്കെ വന്നപ്പോൾ കണ്ണൂരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇവൻ്റെയൊക്കെ ജാട കണ്ടു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ, എന്താ പറയേണ്ടത്, എന്തോ ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെയാണ്. ഏതായാലും ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ കുറേ സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നീട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നു. അതോടുകൂടിയിട്ട് ബാബു ആന്റണീനെ അവിടെ പിടിച്ചു കെട്ടിയ പോലെയായി. ഭാര്യ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ജോണി ലൂക്കോസിനോട് പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടിട്ട് വരാട്ടാ. അത് കേൾക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഇത് തീർച്ചയായിട്ടും അതൊരു 94-ലാണ് സംഭവിച്ചത്. അപ്പോൾ 94 ഐ ബിഫണ്ടഡ് എ റോങ് പേഴ്സൺ
So I was single and mingling, like I had friends. പക്ഷേ ഈ ഒരു സംഭവം കുറച്ച് ടോക്സിക്കായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ അത് 95 ഞാൻ എൻഡ് ചെയ്തു. അപ്പോൾ എൻഡ് ചെയ്തപ്പോൾ കുറേ ചലഞ്ചസ് വന്നു. അതിൻ്റെ ഇമേജിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ കുറേ ത്രെറ്റ്സ് വന്നു. അപ്പോൾ എനിക്കൊരു ചോയ്സ് ഉള്ളത്, ഒന്നെങ്കിൽ ആ വ്യക്തി പറയുന്നത് കേട്ട് ഞാൻ വഴങ്ങുക, അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. എനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതം, അല്ലെങ്കിൽ എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർസ് ആയിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാകുക, അല്ലെങ്കിൽ എൻ്റെ ഇമേജ് കളഞ്ഞിട്ട് എൻ്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാതായിരുന്നു. ആ ഒരു ചോയ്സിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഫൈനലി ഐ ഡിസൈഡഡ് ടു പ്രൊട്ടക്ട് മൈ ലൈഫ്. സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മയിലേക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്നത് താങ്കളുടെ പ്രണയം, അല്ലെങ്കിൽ അതിനുശേഷമുണ്ടായ തകർച്ച, അല്ലെങ്കിൽ ആത്മഹത്യാ വിവാദം, അത്തരം കാര്യങ്ങളെ കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഒരു പ്രണയം, അതല്ലാതെ ജീവിത സഖിയോടുള്ള പ്രണയം, അതല്ലാതെ ശരിക്കുള്ള ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് വാസ്തവമാകുക? താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച, അതായത് ബാബു ചേട്ടൻ പഠിക്കുമ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാബു ചേട്ടൻ സിനിമയിൽ കയറുന്നത്. അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ബാബു ചേട്ടൻ്റെ ബോഡിയൊക്കെ എന്ന് പറഞ്ഞാൽ അത് 1.5 ബോഡിയാണ്. അതുപോലെ നല്ല ഹൈറ്റ് ഉണ്ട്, ആര് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും. അങ്ങനെ ബാബു ചേട്ടൻ ഒരു പ്രണയത്തിൽ പോയി വീഴുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ നടിയുമായിട്ടുള്ള പ്രണയം. അങ്ങനെ ഓരോ ടൈമിലെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ ഒഴിവാക്കി ഒരു ടൈം പാസ് പോലെ കാണിച്ച ബാബു ചേട്ടൻ പിന്നീട് അമേരിക്കക്കാരിയായ വധുവിനെയും കിട്ടി അവിടെ അങ്ങ് സുഖമായിട്ട് അങ്ങ് കഴിയുകയും ചെയ്തു. അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാബു ചേട്ടന് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഇവിടെ സിനിമ ഇല്ലെങ്കിലും ബാബു ചേട്ടന് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല രീതിയിൽ, അതായത് അവരുടെ സാമ്പത്തികപരമായിട്ടും പിന്നെ അവരുടെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂഷണമാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ചതിയാണ് ചെയ്തത്. ആ ചതിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവർ തളർന്നു പോയിരുന്നു. അവർക്ക് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് അവരുടെ ജീവിതത്തെ ബാധിച്ചത്. നല്ലൊരു നടിയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം തിരക്കുള്ള ഒരു നടിയായിരുന്നു. ആ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർത്തിയിട്ടതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബാബു ചേട്ടൻ മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. ബാബുച്ചേട്ടൻ എന്ന് പറയുന്ന, ബാബു ആന്റണി എന്ന് പറയുന്ന ആള് തന്നെയാണ് ആ സ്ത്രീയെ തളർത്തിയിട്ടത്. ഇപ്പോഴും ബാബുച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസമാധാനം വേണം. അതിങ്ങനെ തികട്ടി വരുവല്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല എന്ന് ബാബുച്ചേട്ടന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ബാബുച്ചേട്ടൻ ഇപ്പോഴും വന്നിട്ട് ഈ കുമ്പസാരം നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബാബുച്ചേട്ടൻ അങ്ങനെ പൂർണ്ണമായിട്ട് ഡീസൻ്റ് ആയിട്ടൊന്നുമല്ല. പൈസ നോക്കിയിട്ട് മാത്രം, സുഖവും സന്തോഷവും നോക്കിയിട്ട് മാത്രം കടന്നു കളയുന്ന ഒരു കാമുകനാണ് ബാബു ആന്റണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ജോണി ലൂക്കോസിനോട് പറയാനുള്ളത് കുറച്ചുകൂടി ക്വാളിറ്റി, അങ്ങേര് നടനായിരിക്കാം, ഇപ്പോഴും നല്ല സ്വഭാവമായിരിക്കാം, ഇതൊക്കെയാണെങ്കിലും പണ്ടൊരു സ്ത്രീയോട് കാണിച്ചത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ഇയാൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ അനുഭവിച്ച ദുഃഖങ്ങൾ, അവരനുഭവിച്ച ട്രോമകൾ, അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിനിമയില്ലാതെ എത്രമാത്രം ബുദ്ധിമുട്ടി പട്ടിണിയിലേക്ക് വരെ പോയില്ലേ പിന്നീട് അവർ. എന്നിട്ട് ഈ ബാബു ആന്റണി എന്ന് പറയുന്നവൻ ഇപ്പോഴും കിടന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഒരു പുച്ഛാണെന്ന് തോന്നുന്നു. പുച്ഛം നാണോ ഇല്ലടോ പറഞ്ഞ് ഈ പ്രായത്തിൽ 30 വർഷം കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ വന്നിട്ട് ന്യായീകരിക്കാൻ. പോയിട്ട് വല്ല പണിയും നോക്കാറുണ്ട്. 30 വർഷം വേണ്ടി വന്നായിരുന്നു. ഇതുവരെ എന്താ തൻ്റെ വായിൽ പഴമായിരുന്നോ? എങ്ങനെയാ സംഭവിച്ചത്? അന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? തൻ്റെ വായിൽ പഴം ഉണ്ടായിരുന്നോ അന്ന്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാബു ആന്റണി വന്നിരിക്കുന്നത് ഒരു മസിൽമേൻ, വെറുതെ അടക്കിടന്നിട്ട് മനോരമ ന്യൂസിൻ്റെ വില കളയല്ലേ. ബൈ ബൈ.